After the hit Munnar double-decker, KSRTC recently launched a similar bus in Kochi. The city had a double-decker bus in the past, but it wasn't open at the top like this one. Now, the ride is more fun with great views and lively onboard experiences. The bus starts from the Ernakulam KSRTC bus stand at 5 p.m. നമുക്ക് വണ്ടി എറണാകുളത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാർ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അനുവദിച്ചേക്കുന്ന സർവീസാണത്. ഇത് നമുക്ക് ഒരു ഫുൾ ട്രിപ്പ് ബുക്കിംഗ് ആണെങ്കിൽ 15,300. ഇത് സേവ് ദ ഡേറ്റ് കൊടുക്കും. പിന്നെ അല്ലാണ്ട് എന്തെങ്കിലും ചെറിയ ഇതിനു വേണ്ടി കൊടുക്കും. 3 മണിക്കൂർ കൊടുത്ത് നമുക്ക് എവിടെയെങ്കിലും വണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ നമ്മൾ തേവര വാക്വേ, പിന്നെ തിരിച്ച് വല്ലാറോടം പള്ളി. പിന്നെ മഴയത്തൊക്കെ ശരിക്കും ആസ്വദിച്ചു മഴ നനഞ്ഞു പോകാമല്ലോ. കഴിഞ്ഞ ദിവസം നല്ല മഴയത്ത് പോയി, അല്ലെങ്കിൽ നനഞ്ഞു കുടിച്ച് നല്ല റിസോർട്ടിൽ പോയി. അല്ലാത്തവർക്ക് മഴ നനയണ്ടെന്നുള്ളവർക്ക് താഴെ പോയിരിക്കാം. റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയി കാണണം. നമുക്ക് പോകുന്ന ഡേറ്റ് കാണണം. കാരണം മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ചില്ലയൊക്കെ തട്ട് നമ്മളതിന് നോക്കും. നിങ്ങൾ പറയുന്ന റൂട്ട് നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ നമ്മൾ തരും. പിന്നെ ഇപ്പോൾ വെച്ചാൽ നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് അവിടുത്തെ MLA നോക്കുന്നുണ്ട്. അവിടുത്തെ മരങ്ങളെ ചില്ലകളൊക്കെ വെട്ടിക്കളഞ്ഞ് സർവീസ് ഫോർട്ട് കൊച്ചിക്ക് തുടങ്ങാനുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഇതുപോലെ രണ്ടെണ്ണം വിജയിച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം തരും എന്ന് പറഞ്ഞു. The bus starts from the Ernakulam KSRTC bus stand at 5 p.m. The trip can be booked both online and offline. Rupees 300 is charged for upper deck seats and rupees 150 for the lower deck. The upper deck gives magnificent views like that of the majestic Cochin Shipyard, Tevara Bridge and the old Cochin Airport. നല്ല എക്സ്പീരിയൻസ് ആണ്. ക്രൗഡഡ് ആണ്, കൊച്ചി ക്രൗഡഡ് ആണ്. അത് തന്നെ കാണാനായിട്ട് പറ്റി. വിവിധ സ്ഥലങ്ങളൊക്കെ കണ്ടു. എൻ്റെ മകളും കുട്ടികളും മകൻ്റെ കുട്ടി ഡാൻസുകൾ അവരുമായിട്ടാണ് ഞങ്ങൾ വന്നത്. വളരെ ജോയ്ഫുള്ളായിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ പേര് അസീസ് എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നത്. ഞാനൊരു നോൺ റെസിഡൻറ്റ് ഇന്ത്യനാണ്, എന്ന് വെച്ചാൽ പ്രവാസിയാണ്. അപ്പോൾ ഇത്തവണ അവധിക്ക് വന്നപ്പോൾ കൊച്ചി ഇത്തരത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ കരുതി. കാരണം നമ്മൾ സാധാരണ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു വ്യൂ കിട്ടുന്നില്ല. ഇതിപ്പോൾ ഒരു ഏരിയൽ വ്യൂ പോലെ കുറച്ചൊരു നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എന്താണ് വ്യൂ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായും എൻജോയബിളാണ്. ജസ്റ്റ് യാത്ര തുടങ്ങിയുള്ളൂ. അപ്പോൾ വെയിറ്റിംഗ് ഫോർ മോർ എൻജോയ്മെൻറ്റ്. KSRTC ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയായിട്ട് അറിഞ്ഞു. അപ്പോൾ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അതങ്ങനെ കണ്ടു, ബുക്ക് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം കിട്ടി. ഞാനത് ഹാപ്പിയായിട്ട് പോകുന്നു. സന്തോഷം. വളരെ നല്ലൊരു ട്രിപ്പാണത്. കാഴ്ചകളൊക്കെ അടിപൊളി. പക്ഷേ നമ്മൾ ഓൾറെഡി ഇവിടെ തന്നെ ഉള്ളതാണെങ്കിൽ കൂടിയും നമുക്കൊന്നും ഒരു പുതുമ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും KSRTC ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് എല്ലാം കൂടെ നല്ലത് തന്നെയാണ്. ഇതിൻ്റെ 3 മണിക്കൂറാണ് ഇതിൻ്റെ ജേർണി ടൈം എന്ന് പറയുന്നത്. 5 മണിക്ക് നമ്മളിതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 8 മണിയോടുകൂടി തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന റൂട്ടെന്ന് പറഞ്ഞത് നേരെ പോയി ജോസ് ജംഗ്ഷൻ വഴി അവിടുന്ന് തേവരയിൽ നിന്ന് അവിടെ ഒരു BOT പാലത്തിന് തൊട്ട് മുമ്പിൽ ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു. നേരെ ഒരു വാക്ക് വേ ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ വാക്ക് വേ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ വണ്ടി അവിടെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് ആൾക്കാർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം അവർ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് തിരിച്ചു വന്ന് കയറുന്നു. അവിടുന്ന് സെയിം റൂട്ടിൽ തന്നെ നമ്മൾ തിരിച്ചു വരുന്നു. നേരെ മറൈൻ ഡ്രൈവിൽ കൊണ്ടുവന്ന് അവിടെ ആൾക്കാർക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഒരു 20 മിനിറ്റ് അവിടെ കൊണ്ടിട്ടിട്ട് അവർക്ക് പോയിട്ടൊക്കെ തിരിച്ചു വന്ന് വണ്ടിക്കകത്ത് കയറുന്നു. പിന്നെ ഗോശ്രീ പാലം 3 നമ്മൾ കയറുന്നുണ്ട്. ഫസ്റ്റും സെക്കൻഡും തേർഡ്. അത് വല്ലാർപാടം ആ ഒരു വ്യൂവും, അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വ്യൂവും, ഫോർട്ട് കൊച്ചിയുടെ വ്യൂവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് 3ാമത്തെ പാലം ഇറങ്ങി കാളമുക്ക് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് നമ്മൾ വണ്ടി തിരിച്ച് നേരെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്തിട്ട് നേരെ ആൽബർട്ട്സ് കോളേജ് കഴിഞ്ഞിട്ടൊരു സിഗ്നലുണ്ട്. ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് റൈറ്റ് കയറുന്നു. നേരെ KSRTC സ്റ്റാൻഡിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ്. ആദ്യം ഒരു ഫോർട്ട് കൊച്ചിയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് ലൈൻസിൻ്റെ കേബിൾസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ടിട്ട് അത് മാറ്റി നമ്മളിപ്പോൾ ഒരു സേഫായിട്ടുള്ള വെയിൽ കൊണ്ട് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. നൈറ്റ് വൈബും അതുപോലെ ഈ സന്ധ്യാസമയത്തുള്ള ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ മേളിക്കാറ്. ഇതിനകത്ത് നമുക്ക് മേളിൽ VT ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് പാട്ട് പാടാൻ, ഡാൻസ് കളിക്കുക, അങ്ങനെയുള്ള. പിന്നെ മേളിലിരിക്കുന്നവരോട് ഞങ്ങൾ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. വണ്ടി മൂവിങ് ആകുമ്പോൾ ഒരു കാരണവശാലും
എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കാൻ അങ്ങനെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി എപ്പോഴാണോ നിൽക്കുന്നത് അപ്പം മുകളിലിരിക്കുന്ന അപ്പർ ഡെക്കിലുള്ള ആൾക്കാർക്ക് എന്താണ് ചെയ്യാം, അല്ലാണ്ട് അത് സേഫ്റ്റി കാര്യങ്ങളുള്ളത് കൊണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല.